എത്ര നാളായി നിങ്ങളിങ്ങനെ? ഞങ്ങൾ 4 വർഷമായി. വെറുതെ അല്ല നീ വീട്ടിൽ വരാത്തത്. അച്ഛാ, ഞങ്ങൾ ജസ്റ്റ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്. പിന്നെ വൈകാതെ നമ്മൾ പിരിയും. നത്തിങ് സീരിയസ് ഹിയർ. നീ ഇന്നലെ സിമ്പിളായി പറഞ്ഞൊരു വാക്കുണ്ട്, ജസ്റ്റ് ലിവിങ് ടുഗദർ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലായിരിക്കാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അതൊരു ഒളിച്ചോട്ടമാണ് മക്കളെ. ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒളിച്ചോട്ടം. എന്താ മോനെ, ഒരാളെ കല്യാണം കഴിച്ച് കൂടെ താമസിച്ചെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ഇവിടെ നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് ഒരുപോലെ ജീവിതം നയിച്ചു വന്ന രണ്ടുപേരാണ്. അങ്ങനെയുള്ള നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറാവണം. അതിൽ നിന്നൊക്കെ ലിവിങ് ടുഗദർ എന്ന പേരിൽ ഒളിച്ചോടുകയല്ല വേണ്ടത്. ജീവിതമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കരുതി മുന്നോട്ട് പോകണം. മക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് വിവേകമായി ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഒരു കാലത്തും നിങ്ങൾക്ക് നഷ്ടബോധം തോന്നാൻ പാടില്ല. ഞാൻ ഇത്രത്തോളം ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ എത്ര വഴക്കുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടില്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛാ. പിന്നെ ഇവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷമായി. നിങ്ങൾ നന്നായി വരും. കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് പറയും. ഞാൻ പോട്ടെ. ശരി.